മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് ഹോട്ടൽ തുറന്നു ഞാൻ. ആദ്യം തുറന്നു. അത് അന്ന് ഇവിടെ ഏറ്റവും വലിയ ഹോട്ടല് പ്രശാന്ത് ഹോട്ടൽ മലപ്പുറം. പ്രശാന്ത് വലുതെന്ന് പറയാനില്ലല്ലോ. വലുതെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് റൂംസ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ വന്നതാണ് നമ്മുടെ ഇപ്പുറത്തുണ്ടായിരുന്ന APM കാരുടെ APM ഉണ്ടായിരുന്നല്ലോ. APM ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി മാത്രമല്ല, അത് ഏട്ടൻ്റെ ഒരു PA ആയിട്ടാണ്. ആദ്യം ഏട്ടൻ്റെ MLA ആയിരുന്ന കാലത്ത് ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ വന്നാൽ എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞാനും അയാളായിട്ട് കുറവ് ബന്ധപ്പെട്ടു. അപ്പോൾ ഈ പേരുകളുടെ മുഴുവൻ ഉത്തരവാദിയായാണ്. അയാൾക്ക് സംസ്കൃതം അത്യാവശ്യം പഠിച്ച വിദ്യാഭ്യാസം. അതെ, വിദ്യാഭ്യാസം സൗകര്യമുണ്ട്. ഭാര്യ ഒരു ജോലി ഇൻഡസ്ട്രിയാണ്, ടീച്ചറാണ്. അപ്പം അങ്ങനെ കാനാനായിട്ട് പരിചയപ്പെട്ടു. കാനായി കുഞ്ഞിരാമനായിട്ട്. കാനായി കുഞ്ഞിരാമൻ ഇവിടെ വന്നു. ആ കലാരൂപം വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷെ പലർക്കും അതിനോടൊരു എന്താ പറയുക, അതിൻ്റെ അർത്ഥം അറിയാൻ മേലാത്ത കാരണം ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാനിവിടെ വരുമ്പോഴും അത് മനസ്സിലാക്കി. പിന്നെ ആ ഫ്രണ്ടിൽ കൂടെ വന്നത് കാരണമാണ് കുറച്ച് ഫാമിലിയൊക്കെ കയറി വരാൻ തുടങ്ങിയത്. അത് കണ്ടിട്ട് തന്നെ മടങ്ങി പോകുന്നവരുണ്ടായിരുന്നു. അർത്ഥം അറിയില്ല. ഇപ്പൊ കോമണായി. അപ്പം അതിനൊരു ഹോട്ടൽ തുടങ്ങണം എന്നുള്ള പ്രചോദനം എന്തായിരുന്നു? അത് ഞാൻ ഈ പുറത്തു കൂടെയുള്ള ശരി, മനസ്സിലായി. അനുഭവങ്ങൾ, യാത്രാനുഭവങ്ങൾ. എന്നാലും അന്നത്തെ കാലത്ത് അത്രയും മുതൽ മുടക്കി ഒരെണ്ണം ചെയ്യാന്ന് പറയുന്ന നിസ്സാര കാര്യമില്ല. അതും ഒരു ദീർഘദൃഷ്ടിയാണ്. അപ്പം അന്നത്തെ കാലത്ത് അതുപോലൊരു കെട്ടിടം പണിയുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ കുറവാണ്. ഒരു റൂം പണിയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കൂടുതൽ മുറി ഉണ്ടാക്കാനേ തോന്നത്തുള്ളൂ. അത്രയും മോഡേണായിട്ട് ഒരെണ്ണം പണിയുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ വളരെ ഉളപ്പോണ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എഞ്ചിനീയറായി. അയാളാണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസൈനിങ് എല്ലാം ചെയ്തത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ പറഞ്ഞു, ഇത് വിശാലമായിട്ട് ഇരിക്കണം, സൗകര്യവും ആവണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ച് അദ്ദേഹം ഡിസൈൻ ചെയ്തു. അങ്ങനെ ഇത് ഉണ്ടായി. പക്ഷെ അതിനൊരു നമുക്കൊരു എന്താ പറയുക, മലയാളത്തിൽ പറഞ്ഞ ഒരു ത്രാണി എന്ന് പറയുന്നതുണ്ട്. നമുക്ക് പറഞ്ഞൊരു ഒരു കപ്പാസിറ്റിയാണ്, ഒരു കാലിബറാണ്. അത് ഞാൻ തുടരെ പറ്റും. അതാണ് ഞാൻ ഇപ്പോഴാണെങ്കിലും 2-3 ആഴ്ച കൊണ്ടാണ് വന്ന് കാണണം ഉദ്ദേശിച്ചത്. എന്നാലും അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഹോട്ടൽ എന്താണെന്നൊരു അത്യാവശ്യം വിവരം ആൾക്കാർക്കുണ്ടായി. ഒരു ഹോട്ടൽ എങ്ങനെയാകണമെന്നൊരു ചെറിയൊരു ധാരണ വന്നിട്ടുണ്ട്. ഇപ്പോഴും മാറിയിട്ടില്ല. ഇതുകൊണ്ട് ടൂറിസത്തിന് വന്ന വളർച്ച എന്ന് പറയുന്ന നിസ്സാര കാര്യമില്ല. അപ്പം അവിടെ ചെന്നാൽ താമസിക്കാനൊരു സ്ഥലം ഉണ്ടാവും എന്നൊരു ധാരണ വരുത്തുക എന്ന് പറയുന്ന നിസ്സാര കാര്യമില്ല. ഇന്ന് ടൂറിസം മലപ്പുറം ജില്ലയിൽ ആക്ച്വലി വന്നിട്ടില്ല, ശരിക്കും വന്നിട്ടില്ല. ഒത്തിരി സ്കോപ്പുള്ളതാണ്. ഇപ്പോഴും ഇപ്പോൾ എൻ്റെ രണ്ട് ഹോട്ടലിനെ കാര്യമായിട്ട് മലപ്പുറത്ത് ഉള്ളത്. പിന്നെ മൂന്നാമത് ഊർവശിയാണ്. അത് നിർമ്മിക്കുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ ഡിവിഷൻ, ഞാനും ഏട്ടനുമായിട്ടുള്ള ഭാഗം കഴിഞ്ഞു. ആ ഭാഗം കഴിഞ്ഞപ്പോൾ കുറച്ച് ബാധ്യത എൻ്റെ എടുത്തു വന്നു. ആ ബാധ്യതയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ഇത് പലിശയൊക്കെ കൂടില്ല. പലിശ കൂടിക്കൊണ്ട് അപ്പോൾ ഇത് ഒരു അതിനപ്പോൾ പെട്ടെന്ന് ആ ഒരാവശ്യക്കാരനും വന്നു. അതാണ് വിറ്റുന്നു. അപ്പോൾ വിദേശികൾ
വരണമെങ്കിൽ ഇവിടെ താമസ സൗകര്യവും അത്യാവശ്യ സൗകര്യമുള്ള ഹോട്ടലുകളും ഉണ്ടെങ്കിൽ വിദേശികൾ ഇവിടെ വരണം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നല്ല സർവീസ് ഉണ്ടാവും, നല്ല സർവീസ്, നല്ല സൗകര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ വിദേശികൾ കൊണ്ടുവരും. അവർക്ക് ടി വി വേണമെന്നില്ല, പക്ഷെ സേവനങ്ങൾ നല്ലതായിട്ടുണ്ടാവും. അപ്പോൾ ഈ വിദേശികൾക്ക് വരാൻ ഉള്ള ഒരു പ്രചോദനം എൻ്റെ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തു നിന്ന് ഈ ഹോട്ടലുകൾ ഉണ്ടാക്കൽ തന്നെയാണ്. പുതിയ തലമുറയോട് എന്താണ് സാറിൻ്റെ ഉപദേശം? കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വിദേശികളെ കൊണ്ട് അട്രാക്ട് ചെയ്യുക, കൂടുതൽ അട്രാക്ട് ചെയ്യുക, കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, നല്ല റൂമുകളും നല്ല ഹോട്ടലുകളും ഉണ്ടാക്കുക. ഈ സ്റ്റാഫിനെ കിട്ടുന്നതിന് വല്ല ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം സ്റ്റാഫിനെ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് വലിയൊരു പ്രോബ്ലമാണല്ലോ, ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. വളരെ സന്തോഷം. കാരണം ആദ്യം മുതലൊക്കെ ഈ വന്ന പിള്ളേർ സ്ഥിരമായിട്ട് ഇതുവരെ ഇരുന്നു. രണ്ടാൾ മരിച്ചുപോയി അല്ലേ, രണ്ടാൾ മരിച്ചുപോയി എന്നല്ലാതെ ആരുടെ അടുത്തും പോയിട്ടില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമല്ലേ. ഇതിൻ്റെ സ്റ്റാഫാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഇനിയൊരു മറ്റൊരു നെടുന്തൂണം. അതിനും പറ്റിയ മാനേജർമാരെ ഓരോ കാലത്ത് കിട്ടി. സാട്ടുകുട്ടി കുറേ കാലം ജോലി ചെയ്യാൻ സാധിച്ചു. ഞാനെൻ്റെ ഗുരുവായിട്ടാണ് കടപ്പുറത്ത്. ഞാൻ വലിയ ആദരമായിട്ട് പൊന്നാടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദരവായിട്ട് അപ്പം നിങ്ങളുടെ ഗുരുനാഥനായ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണല്ലോ രീതി, അതാണ് അതിൻ്റെ. ആദരിക്കേണ്ടവരെ ആദരിക്കുക, അത് നമ്മുടെ കടമയാണ്. സന്തോഷം. ശരി.